അമ്മ എവിടെ ഇരിക്കുകയാണ് ദൈവം അമ്മയെ ഞാനൊരു സൂത്രം കേട്ടേ കേൾക്കണ്ട. ഒരു പെണ്ണത് എന്ത് ഇടുക്കിയായിട്ട് അത് അവള് തെങ്ങേ കയറി തേങ്ങ ഇടുന്നു. എന്നെ വലിയ തെങ്ങ നോക്കി വലിയ മാവേ കയറി മാങ്ങ പറിക്കുന്നു. എൻ്റെ പൊന്നെ ഇത് അപാരം തന്നെ. ആണുങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നല്ല കഴിവുള്ളത് കേട്ടോ. വേണ്ടോ? കണ്ടു അങ്ങനെ കുറെ മരം കയറികളുണ്ട്. അവരങ്ങനെ മരത്തേലും കയറി കൊമ്പയിലും കയറി നടക്കും അനുസരണയില്ലാതെ. അങ്ങനെയൊന്നുമില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വെക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ കുറേ കപ്പിലുമാവായിരുന്നു. അതിൽ നല്ല കപ്പിലുമാങ്ങ കിട്ടും. അപ്പം ഞാനിപ്പോൾ എത്ര പ്രാവശ്യം കപ്പിലുമാങ്ങ വലിഞ്ഞു കയറി കപ്പിലുമാങ്ങ പറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീടിന് മുമ്പിൽ ഒരു വലിയ പേരമരം ഉണ്ടായിരുന്നു. അതേ കയറി പേരയ്ക്ക പറിക്കുമായിരുന്നു. അമ്മ അതിലാണും പെണ്ണൊന്നുമില്ല അമ്മ. അത് ഓരോരുത്തരുടെ കഴിവല്ലേ. ചിലവർക്ക് മരത്തെ കയറാൻ പറ്റും, ചിലവർക്ക് കയറാൻ പറ്റത്തില്ല. അതിപ്പോൾ പിന്നെ ആണും പെണ്ണുന്നൊക്കെ എന്നെ ഇത്രയൊന്നും പറയാനില്ല. ഇവിടെ അനുസരണയോടെ വളർത്തുന്ന പിള്ളേരാരും അങ്ങനെയൊന്നും മരത്തേലും കൊമ്പയിലും ഒന്നും കയറി നടക്കുകയില്ല. ഞങ്ങളുടെ ഒന്നും കാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. കാരണം അവർ നല്ലപോലെ തല്ലി പിള്ളേരെ പഠിപ്പിച്ച് അവരെ മരത്തെ കയറ്റിയും കൊമ്പയെ കയറ്റിയും ഒന്നും അല്ല വളർത്തിയത്. മനസ്സിലായോ? ചൂടുള്ള കുടുംബത്തുള്ള പിള്ളേരാരും അങ്ങനെയൊന്നും മരത്തെ കയറി നടക്കുകയില്ല. അമ്മയുടെയൊക്കെ കാലത്ത് കാരണവന്മാരും പെണ്ണുങ്ങളും മരത്തെ കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ തക്കതായ റീസൺ ഉണ്ട്. നിങ്ങളുടെയൊക്കെ കാലത്ത് വല്ല ഷഡിയും കുട്ടിയും വല്ലതും ഉണ്ടോ? നിങ്ങൾ ഇതൊന്നും ഇടാതെ ഇതുപോലത്തെ അടിപ്പാവാടയും നൈറ്റി ഇട്ടുകൊണ്ട് മരത്തിൻ്റെ പൊക്കത്തിൽ വലിഞ്ഞു കയറി, അല്ലെങ്കിൽ മുണ്ടും എടുത്തുകൊണ്ട് മരത്തിൻ്റെ പൊക്കത്തിൽ വലിഞ്ഞു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആണുങ്ങൾ പിന്നെ മുഴുവൻ നിങ്ങളുടെ വീട്ടിലായിരിക്കും. എന്നാൽ ഞങ്ങളുടെ ഒന്നും കാലത്ത് അങ്ങനെയല്ല. നല്ല ഒന്നാന്തരം പാൻറ്റും ജീൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് ഏത് മരത്തിൻ്റെ പൊക്കത്തിൽ കയറി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനിരിക്കില്ല. കയറിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങളെ അങ്ങനെ മരത്തെ കയറ്റാതെ ഇട്ടത്. അതുകൊണ്ട് കയറാതിരിക്കുകയാണെന്ന് ഒരിക്കൽ പിന്നെ ആരും ആണുങ്ങളൊന്നും ഇപ്പോൾ നിൽക്കുകയല്ലേ. അനുസരണ മക്കളെ വളർത്തുവാണെന്ന് ഒരിക്കൽ അവർ മരത്തേലും കയറിയാൽ അതിൻ്റെ കീഴെ വന്നാലും പൂ നിൽക്കേണ്ട കാര്യം പറ്റിയില്ല. പിന്നെ അനുസരണം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലാത്ത പറഞ്ഞിട്ട് കാര്യം.